കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. ഉദ്ഘാടനത്തിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രിയെ വരെ മാറ്റി BJP അധ്യക്ഷനെ ഉൾപ്പെടുത്തിയ നടപടി കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. സർക്കാരും ചടങ്ങ് ബഹിഷ്കരിച്ചു. സമാന്തരമായി ഉദ്ഘാടനവും നടത്തി. പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രി ഇല്ലാതെ വന്നത് എങ്ങനെ? മന്ത്രി MB രാജേഷിൻ്റെ പരാതി മറ്റൊന്നാണ്. ക്ഷണമുണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ ചടങ്ങിന് ചെന്നപ്പോൾ SPG ആധാർ കാർഡ് ചോദിച്ചു. അവിടെയും അപമാനിക്കാൻ ശ്രമിച്ചു. BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പല നാടകങ്ങളും നടക്കുകയാണ് രാഷ്ട്രീയ വേദികളിൽ. സർക്കാർ പരിപാടികളിൽ ഇവിടെ ആരാണ് രാഷ്ട്രീയം കളിക്കുന്നത്? മുഖ്യമന്ത്രിയെ വിളിച്ചാൽ പോരെ, മരുമകനെ കൂടി വിളിക്കണോ എന്ന് പരിഹസിക്കുന്ന രാജീവ് ചന്ദ്രശേഖറാണോ? രാമനാട്ടകര മുതൽ വെങ്ങളം വരെയുള്ള സമാന്തര റോഡ് ഷോ നടത്തി അവിടെ തൻ്റെ കരുത്ത് തെളിയിക്കുന്ന മുഹമ്മദ് റിയാസാണോ? പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് നടത്തുന്ന പരിപാടി നല്ല രീതിയിൽ പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? മോദിയെ വിമർശിച്ച് റീൽസ് ചെയ്യുകയാണ് പ്രതിപക്ഷത്തിൻ്റെ താൽപ്പര്യം എന്നാണ് പ്രധാനമന്ത്രിയുടെ ആക്ഷേപം. ആ ആക്ഷേപം എത്ര കണ്ട് ശരിയാണ്? മോദിയെ പഴി പറയാനുള്ള വഴികൾ മാത്രമാണോ പ്രതിപക്ഷം ആരായുന്നത്? അതോ ആരോപണങ്ങൾ രാഷ്ട്രീയമായ ശരികളാണ്? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയമാണെന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിയിലെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് ഞാൻ വരാം. അതിനുമുമ്പ് മറ്റൊരു സുപ്രധാനമായ വാർത്ത വരുന്നു. കുംഭമേളയിലൂടെ പ്രശസ്തയായ മോണാലിസയ്ക്ക് കേരളത്തിൽ വിവാഹം. 5 മണിക്ക് തിരുവനന്തപുരത്താണ് വിവാഹം. കൂടുതൽ വിവരങ്ങൾ VV അരുൺ നൽകും. VV അരുൺ, മോണാലിസയ്ക്ക് കേരളത്തിൽ വിവാഹം. മനു, തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ്. മൊണാലിസ ശ്രദ്ധേയായത് ഇന്ത്യൻ മൊണാലിസ എന്ന് വേണമെങ്കിൽ പറയാം. ശ്രദ്ധേയായത് കഴിഞ്ഞ കുംഭമേളയിൽ പുറത്തു വന്ന ഒരു ചിത്രത്തിലൂടെയാണ്. ആ മൊണാലിസ ഇന്ന് രാവിലെ അത്യന്തം നാടകീയമായി, ഞാനിപ്പോൾ ഉള്ളത് ഈ കല്യാണം നടക്കുന്ന അരുമാനൂർ നയനാർ ക്ഷേത്രത്തിലാണ്. വൈകിട്ട് 5 മണിക്കാണ് ഇവിടെ മൊണാലിസയ്ക്ക് താലികെട്ട്. ആ രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെയാണ് ഒരു സിനിമാ കഥ വെല്ലുന്ന ഒരു ട്വിസ്റ്റ് ഇവിടെ ഉണ്ടായത്. രാവിലെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടി എത്തുന്നു. തന്റെ കാമുകനൊപ്പമാണ് പെൺകുട്ടി എത്തിയത്. അവൾ പോലീസിനോട് പറഞ്ഞത് തന്റെ പിതാവിൽ നിന്ന് തനിക്ക് സംരക്ഷണം വേണം, തന്റെ കാമുകനൊപ്പം ജീവിക്കണം, പക്ഷേ പിതാവ് അതിന് അനുവദിക്കുന്നില്ല എന്നാണ് പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ, തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത്. പോലീസിന് ആദ്യം ഈ പെൺകുട്ടി ആരെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഇത് ആ ചിത്രത്തിലൂടെ പ്രശസ്തയായ മൊണാലിസയാണ് എന്ന് പോലീസ് തിരിച്ചറിയുന്നത്. ഏതായാലും ആ പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം പോലീസ്, അവളുടെ അച്ഛൻ, അവരും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. വിളിച്ചു വരുത്താൻ കാരണം ജീവിക്കാൻ കഴിയുന്നില്ല കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും. ഈ ഫർഹാൻ എന്ന യുവാവ് മറ്റൊരു മതസ്ഥനാണ്. തന്റെ മതത്തിലുള്ള ആളെ മുസ്ലിം മതവിശ്വാസിയാണ്. അയാൾക്കൊപ്പം ജീവിക്കണമെങ്കിൽ കേരളത്തിലല്ലാതെ മറ്റ് സ്ഥലങ്ങളില്ല, ഇവിടെ മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയൂ എന്ന് പെൺകുട്ടി പറഞ്ഞതായാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇൻഡോർ സ്വദേശിയാണ് ഈ മൊണാലിസ ഭോസ്ലെ. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് നമ്മുടെ കേരളം ഒരു വെഡിങ് ടൂറിസം ഡെസ്റ്റിനേഷനായി മാറ്റണം എന്നൊക്കെ പലരും അഭിപ്രായപ്പെടാറുണ്ട്. അതിന് പറ്റിയ മനോഹരമായ സ്ഥലം കൂടിയാണ് കേരളം. ഇപ്പോൾ ഈ അച്ഛനിൽ നിന്നുള്ള ഭീഷണിയാണ് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഈ യുവതി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരിൽ നിന്ന് എന്തെങ്കിലും ആ തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടോ? ഈ വിവാഹം തടസ്സപ്പെടുത്താൻ ആരെങ്കിലും വരുമെന്നൊക്കെ ഭയക്കേണ്ടതുണ്ടോ? അവർക്ക് ആരെങ്കിലും സംരക്ഷണം നൽകുന്നുണ്ടോ? പോലീസിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? അവർക്ക് സ്വാഭാവിക വെഡിങ് ഡെസ്റ്റിനേഷൻ അപ്പുറത്തേക്ക് അവർ വന്നത് വിവാഹത്തിന് വേണ്ടിയല്ല. അവർ സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് എത്തിയത്. പൂവാറിലാണ് അവരുടെ സിനിമയോ പരസ്യചിത്രമോ എന്തോ ആണ് അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇന്ന് രാവിലെ അവർ സ്റ്റേഷനിലെത്തിയാണ് ഇക്കാര്യം പറഞ്ഞത്. തനിക്ക് തന്റെ ഫർമാൻ
മറ്റൊരു സംസ്ഥാനത്തുള്ള ആളാണ്, അയാൾക്കൊപ്പം ജീവിക്കണം. പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. മധ്യപ്രദേശ് സ്വദേശിയാണ്, ഇൻഡോർ സ്വദേശിയാണ് മൊണാലിസ. ഫേസ്ബുക്ക് വഴിയാണ് മഹാരാഷ്ട്ര സ്വദേശി ഫർമാനുമായി ഇവർ പ്രണയത്തിലാകുന്നത്. വീട്ടുകാർ അത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തി. അവർ പോലീസിനോട് പറഞ്ഞത് കേരളത്തിൽ വന്ന് മാത്രമേ, മറ്റൊരിടത്തും എനിക്ക് ജീവിക്കാൻ ധൈര്യമില്ല, ജീവിക്കാൻ കഴിയും, അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടത്. വീട്ടുകാർ ഈ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് കാര്യം പറയുമ്പോൾ ആദ്യമൊക്കെ അദ്ദേഹം എതിർക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അവർ 18 വയസ്സ് പൂർത്തിയായവരാണ്. ജയ്സിംഗ് ഭോസ്ലെ എന്നാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ പേര്. അങ്ങനെയാണ് പിതാവിനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇവർ ഒപ്പം ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് വിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ 5 മണിക്ക് വിവാഹം എന്ന വിവരം പുറത്തു വരുന്നത്. അവർക്ക് സംരക്ഷണമുണ്ടാകും, പോലീസിന് സംരക്ഷണമുണ്ടാകും. CPM-ഉം ഇവരെ വിവാഹത്തിന് സഹായിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട CPM നേതാക്കൾ തന്നെ ഒരുപക്ഷെ വിവാഹത്തിന് പങ്കെടുത്തേക്കും. 5 മണിക്ക് ഈ അരുമാനൂറുള്ള പൂവാറിന് സമയമുള്ള അരുമാനൂർ നായനാർ ക്ഷേത്രം, അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനുള്ളത്. അവിടെ 5 മണിക്ക് ഇന്ന് വിവാഹം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വിവാഹത്തിൽ പങ്കെടുക്കാൻ അവിടെ ആരെങ്കിലും ഒക്കെ എത്തിച്ചേർന്നുണ്ടോ, അതോ ക്ഷേത്രം അടച്ചതിന്റെ ദൃശ്യങ്ങളാണോ കാണുന്നത്? 5 മണിക്ക് നടയൊക്കെ തുറക്കുന്ന സാഹചര്യത്തിൽ വിവാഹം കഴിക്കാമെന്നാണോ? എന്താണ് അവിടെ നിന്നൊക്കെയുള്ള പൊതുവികാരം ആളുകളുടെയൊക്കെ? നിലവിൽ ഇവിടെ ക്ഷേത്ര ഭാരവാഹികളൊന്നും എത്തിയിട്ടില്ല. 5 മണിക്ക് നട തുറക്കും, അതിനുശേഷമാകും വിവാഹം. മൊണാലിസ ഇപ്പോൾ പൂവാറിലാണുള്ളത്. അവർ കൃത്യമായി പോലീസിന്റെ സംരക്ഷണയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പിതാവിൽ നിന്ന് കാര്യമായ ഒരു എതിർപ്പോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും നീക്കമോ ഒന്നും ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ട. കാരണം പോലീസ് അവർക്കൊപ്പം വന്ന വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഒപ്പമൊക്കെ ഇന്ന് ഇവരെ വിട്ടയക്കുകയാണ്. അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ യുവാവിനുമൊപ്പം വിട്ടയക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അവർ 5 മണിയോടുകൂടി ഇവിടെ എത്തുമെന്ന് പറയുന്നത്. സ്വാഭാവികം മറ്റ് എതിർപ്പോ കാര്യമൊന്നും ഉണ്ടാകില്ല. കേരളത്തിൽ മാത്രം ജീവിക്കാൻ ഒരു ധൈര്യമുണ്ട് എന്നൊരു പ്രതികരണമാണ് അവർ നടത്തിയത്. നമുക്കറിയാം, ഏതാനും നാളുകൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഒരു ഈ വരനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ മോനി ഭോസ്ലെ നമുക്കറിയാം, അവർ ഈ പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്കിടയിലാണ് അവരുടെ ഫോട്ടോകൾ വരികയും പിന്നെ വലിയ തോതിൽ ശ്രദ്ധേയരാവുകയും ചെയ്തത്. ഒപ്പം നമ്മുടെ ബോബി ചെമ്മണ്ണൂറൊക്കെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും അവരുടെ ഉദ്ഘാടനത്തിലൊക്കെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഈ ഫർമാൻ ഖാൻ്റെ ഒരു പ്രണയം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് വല്ല വിവരമുണ്ടോ? ഈ ക്ഷേത്രത്തിൽ അങ്ങനെ വിവാഹങ്ങൾ കഴിക്കാനാകുമോ? എന്താ അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മറ്റൊരു സൈനിങ് ഒക്കെ ആവശ്യമായി വരില്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ? അത് ഏത് തരത്തിലാണ് ഈ പോലീസ്, തമ്പാനൂർ പോലീസ് ഇവിടെ ഈ ക്ഷേത്രം തിരഞ്ഞെടുക്കാനൊക്കെയുള്ള കാരണം എന്താണ്? തമ്പാനൂർ പോലീസ് അല്ല ക്ഷേത്രം തിരഞ്ഞെടുത്തത്. അവരെ അവിടെ നിന്ന് തമ്പാനൂരിന് വിട്ടയച്ചു. പിന്നീട് പൊതുപ്രവർത്തകർക്ക് ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഫർഹാൻ മുസ്ലിം മതവിശ്വാസിയാണ്, മഹാരാഷ്ട്ര സ്വദേശിയാണ്. അയാൾക്ക് ഈ പെൺകുട്ടി വിവാഹം കഴിക്കണമെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ ഈ സാമൂഹ്യ പ്രവർത്തകർ ഒരുക്കി നൽകുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ആരൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ. ഏതായാലും CPM ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒരുപക്ഷെ വിവാഹത്തിന് എത്തിയേക്കുമെന്നും പറയപ്പെടുന്നു. അതിലൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഏതായാലും 5 മണിക്ക് ക്ഷേത്രത്തിൽ മൊണാലിസയുടെ വിവാഹം, ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഏത് തരത്തിലാണ്, ആരൊക്കെ പങ്കെടുക്കുമെന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും നിയമസാധുതയൊക്കെ വിവാഹത്തിനുണ്ടാകണം. ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ അത് പിന്നീട് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. ക്ഷേത്രങ്ങൾക്ക് സ്വാഭാവികമായി കല്യാണം നടന്നു എന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയും. പിന്നീട് അത് നിയമപരമായുള്ള രജിസ്ട്രേഷനൊക്കെ വേണ്ടിവരും. ആ രീതിയിലാകണം ഇപ്പോൾ കല്യാണം നടക്കേണ്ടത്. ഏതായാലും ഈ കുംഭമേളയിലെ താരം അഭയം തേടി പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അവർ വിവാഹം കഴിക്കാനും കേരളം തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസിനോട് ഇങ്ങനെ പറഞ്ഞു, കേരളത്തിൽ ആണ് എനിക്ക് ഏറ്റവും ധൈര്യം, മറ്റൊരിടം പോകാൻ ധൈര്യമെന്ന് പറഞ്ഞു എന്നതൊക്കെ പോലീസിന്റെ ഒരു വേർഷനാണ്. ഇനി അവർ എന്താണ് പറയുന്നത് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. 5 മണിയോടുകൂടി അവരുടെ പ്രതികരണം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 5 മണിയോടുകൂടി അവർ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ സ്വാഭാവികമായും ആ പ്രതികരണം ലഭ്യമാകും. ഏതായാലും ഇത്തരമൊരു കല്യാണത്തിന് മൊണാലിസ കേരളം തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്വാഭാവികമായി അവർക്ക് ആരിൽ നിന്നുമുള്ള വിവരമായിരിക്കാം ഇവിടെ ധൈര്യത്തോടെ ജീവിക്കാൻ
കഴിയും. കേരളത്തെപ്പറ്റി മറ്റു പല പ്രചരണങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നമുക്കറിയാം. അത്തരം പലരുള്ളപ്പോഴും കേരളത്തിൽ രണ്ട് മതസ്ഥർക്ക്, രണ്ട് വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും അവിടെ ചോദ്യം ചെയ്യില്ല. അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നൊരു വിശ്വാസം എങ്ങനെയോ മൊണാലിസയ്ക്കും ഉണ്ട്. അത് ഉണ്ടാകാൻ ഒരുപക്ഷെ അവർ കേരളത്തെ തിരഞ്ഞെടുത്തത്. ഇവിടെ ഷൂട്ടിംഗ് വരുമ്പോൾ തന്നെ ഇതിന് വിവാഹം എന്നൊരു തീരുമാനം നേരത്തെ അവർ ഒരുപക്ഷെ എടുത്തിരുന്നതായിരിക്കണം. അതൊക്കെ ഇനി അവർ പറയേണ്ടതാണ്. ഏതായാലും പോലീസിൽ നിന്ന് ലഭിച്ച വിവരവും സാമൂഹ്യ പ്രവർത്തകർ ലഭിച്ച വിവരവും മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അവർ രാവിലെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുന്നു. തന്നെ പിതാവിനൊപ്പം വിടരുത്, തന്റെ കാമുകനൊപ്പം വിടണം, ഫർഹാനൊപ്പം വിടണമെന്ന ആവശ്യവുമായി അവർ എത്തുന്നു. അതിനെ തുടർന്ന് അവരുടെ വിവാഹം ഇന്നിപ്പോൾ 5 മണിക്ക് ഈ അരുമാനൂർ നായനാർ ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു. 5 മണിയോട് കൂടി തന്നെ മൊണാലിസയും അവരെ സംരക്ഷിക്കുന്നവരും അവരുടെ കാമുകനുമൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. യെസ്, അതാണ് വി അരുൺ നമുക്ക് നൽകുന്ന വിവരം. ഇപ്പം മോനി ഭോസ്ലെ എന്ന ഈ മൊണാലിസ കുംഭമേളയ്ക്കിടയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായത്. പിന്നീട് അവർ പല സിനിമകളിലൊക്കെ താരമായി, മോഡലിംഗ് രംഗത്ത് സജീവമായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിങ്ങിനെത്തിയതാണ്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ തൻ്റെ വിവാഹം നടത്തണം എന്നാവശ്യപ്പെട്ടവർ പോലീസിലേക്ക് എത്തുന്നത്. ഏതായാലും അവർക്ക് സംരക്ഷണമൊരുക്കി അവരെ വിവാഹിതയാക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ വിവാഹം ഭംഗിയായി നടത്താനുള്ളൊരു ശ്രമം കേരളത്തിൽ നടക്കുന്നു. അപ്പോൾ കേരളം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ആക്കണമെന്നൊക്കെ പലപ്പോഴും പല വേദികളിൽ പല ടൂറിസം മേഖലയിലെ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുമ്പോൾ ഇത്തരം വിവാഹങ്ങൾ കൂടി നമുക്ക് ഒരു നേട്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദിയിലേക്ക് നമുക്ക് ഇന്ന് വരാം. അവിടെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊക്കെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഒപ്പം നമസ്കാരം മനു എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചാണകം എന്നാണ് പേര് എഴുതിയിരിക്കുന്നത്. ചാണകത്തിന് എന്താണ് ശരിയായ ഒരു പേരിട്ടുകൂടെ? ഇത് ചാണകം എന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല സ്വന്തമായൊരു പേരുണ്ടാകുമ്പോൾ അത് കൊള്ളാം. അപ്പോൾ ബ്ലൈറ്റി ഡേയ്സ് എന്നോടൊപ്പം ഇന്ന് പൊതുവേദിയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൈറ്റിയെ ഞാൻ ഇന്ന് ഓർക്കുകയായിരുന്നു. കാരണം ലണ്ടനിൽ നിന്ന് കുറേ ആളുകൾ എനിക്ക് അവിടെ അവർ ഇഫ്താർ നടത്തിയതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമുക്കത് പിന്നെ ഒരു സമയത്ത് കാണാം. അപ്പോൾ ലണ്ടനിലിരുന്ന് ബ്ലൈറ്റിയും നമ്മുടെ പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. സ്വാഭാവികമായി ബ്ലൈറ്റി നമ്മുടെ ഹരിയാണ്. ഹരിയുടെ വൈഫും നമ്മുടെ ഭാര്യയും നമ്മുടെ പൊതുവേദി പ്രേക്ഷകയാണ്. ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുകയാണ് അവരെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ പ്രതികരിക്കാനില്ല. എന്നാൽ മറ്റൊരു കാര്യം പറയാം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സിനെ കുറിച്ച് സദാശിവൻ നായർ പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് നന്നായി എന്നൊക്കെ പറയുന്നത്. ബൈ ദർ ഷുഡ് ചെക്ക് ദി റിയൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫർഹാൻ ടു ദേ ഷുഡ് ഗീവ് കൗൺസിലിംഗ് ടു ബോത്ത് ഓഫ് ദം എന്ന് ഷിജു എന്നോട് പറയുന്നു. പണ്ടത്തെ സൈക്കിൾ യജ്ഞം ഓർമ്മ വരുന്നു. നമസ്കാരം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് ശരിയാണ്. വിഴിഞ്ഞം തുറമ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവിനെ വിളിച്ചോ? അതിൻ്റെ ഒന്നും മുകളിലല്ലല്ലോ ഇത് മുഹമ്മദ് റിയാസ് എന്നാണ് ജയകുമാർ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വന്ന ആവശ്യം. ജയൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയൻ, തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ജയൻ കേൾക്കാമോ? പുതുക്കാട് തൃശ്ശൂർ. പുതുക്കാട്. ഓക്കെ, ഞാൻ വിളിക്കാറുണ്ട്. എനിക്ക് മനസ്സിലായി. ഞാൻ പക്ഷെ സ്ഥലം മറന്നുപോയി. അതാണ് ജയൻ എന്ന് പറഞ്ഞപ്പോൾ 2-3 ആളുകൾ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ അതുകൊണ്ട് മെയിൻ ഇന്നത്തെ വിഷയം കല്യാണമാണ് അല്ലേ? കല്യാണമല്ല, വിവാഹം അല്ല. ഞാൻ നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിലുണ്ടായ അടിയാണ് പ്രധാന വിഷയമായ. അല്ല, വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കണ്ടായിരുന്നല്ലോ. കേരളത്തിലേക്ക് ടൂറിസം വിവാഹം വരും. മനു പറയുന്ന വിവാഹം ടൂറിസം ആക്കാം. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ശരി വിവാഹം കഴിപ്പിക്കാം. മനുഷ്യരല്ലേ, അവർ കല്യാണം കഴിക്കട്ടെ, സുഖമായി ജീവിക്കട്ടെ. അവര് കല്യാണം കഴിച്ചോട്ടെ. അതിനെന്തിനാന്നല്ലേ നിങ്ങൾ ഈ ക്ഷേത്രത്തിനെ ബന്ധപ്പെടുത്തുന്നത്? ഒരു ക്ഷേത്രത്തിന്റെ വാതിലിൽ അവിടെ നിന്നിട്ട് ഒരു മുസ്ലിം പയ്യൻ ഒരു ഇതിൽ പങ്കെടുത്ത ഒരു ഹിന്ദു സ്ത്രീ പെൺകുട്ടീനെ വിവാഹം കഴിക്കുന്നുണ്ട്. വാർത്ത കൊടുക്കേണ്ട കാര്യം എന്തത്രയ്ക്ക്? ഇതിനെന്തത്ര പ്രാധാന്യമുള്ളത്? അല്ല, അവര് ഒരു വലിയ താരമായിരുന്നല്ലോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ. എവിടെ? കുംഭമേളയിൽ ഇത് വിറ്റൊരു സാധാരണ ഒരു പെൺകുട്ടി. നിങ്ങൾ ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ വിഷയം ഇത്ര ചർച്ച ചെയ്തില്ലല്ലോ ഇന്നലെ. ആണോ? ഗണേഷ് കുമാറിന്റെ ഭാര്യക്ക് എന്ത് ഇതാ കൊടുത്തത് ഇന്നലെ മിഞ്ഞാന്ന് ഇത് കൊടുത്തിട്ട്? ഏത് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ? മാപ്പ് പറഞ്ഞത് അവരവസാനിപ്പിക്കില്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? അതാ പറഞ്ഞത്. നിങ്ങൾ ഈ ആവശ്യമില്ല, എന്റെ പൊന്നു സാർ, ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ട് എന്തിനാണ് ജനങ്ങളെ പൊട്ടന്മാരാക്കണത്? വേറെ എത്രയോ വിഷയങ്ങളുണ്ട് സംസാരിക്കാൻ. അല്ല, ഞാൻ ഇപ്പൊ ഈ സംഭവം അവിടെ നിന്ന് ഒരു വാർത്ത കിട്ടിയത് കൊണ്ട്
ആ വിവരം ജനങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാനിത് അതല്ല, ഈ വാർത്ത അറിയിക്കുന്നതിന് വേറൊരു ഇതുണ്ട്. എന്താണെന്നറിയോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാത്തും ക്ഷേത്രത്തിലേക്ക് അല്ല, മാർക്സിസ്റ്റ് പാർട്ടി BJP എന്നൊക്കെ ഉണ്ടോ? അമ്പലത്തിൽ പോകുന്ന ആൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, മംഗളകരമായ ഒരു അല്ല പറഞ്ഞെന്താ പറഞ്ഞത്, ഇടതുപക്ഷ നേതാക്കളെല്ലാം ഈ വിവാഹത്തിൽ പങ്കുചേരുന്ന പറഞ്ഞത്. ഇടതുപക്ഷ നേതാക്കൾ പോകണ്ടാവും. അതിനിപ്പോ നമ്മൾ കല്യാണത്തിന് പോണവരെ എനിക്ക് തടയാൻ കഴിയും. ഞാൻ എന്ത് ചെയ്യാനും? ഇന്നലെ ഒരു ഇടതുപക്ഷ നേതാക്കന്മാരും ഈ ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ പങ്കെടുത്തോ? പറഞ്ഞോ? പ്രതികരിച്ചില്ല. അവര് മാറിക്കളഞ്ഞു, ഒഴിഞ്ഞു മാറി. അതാണ് പറയുന്നത്. സമയമാകുമ്പോൾ പറയാന്നൊക്കെ ചിലർ പറഞ്ഞു മുങ്ങുന്നത് കണ്ടു. എന്ത് പറയാനാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് പറയാൻ കഴിയും? അത് എന്തെങ്കിലും പറയാൻ പറ്റണ്ടേ? നമുക്ക് നാടിനെ കുറിച്ചിട്ട്, നല്ല വികസനത്തെ കുറിച്ചിട്ട് നല്ലത് സംസാരിക്കാം. അത് മൊണാലിസ ഇവിടെ വന്ന് വിവാഹം കഴിച്ചാലും നമ്മളെ ജനങ്ങളെ ബാധിക്കുന്നൊന്നല്ല. ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഞാനത് ആളുകൾ വലിയ താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ സമൂഹ മാധ്യമങ്ങളിൽ. ആർക്ക് താല്പര്യം? വെറുതെ ഇനി 5 മണിക്ക് ഞാൻ അത് കാണിച്ചോളൂ. അവര് വിവാഹത്തിന് ആ ക്ഷേത്ര നട തുറക്കും, അവിടുത്തെ പൂജാരി വരും, താലി കെട്ടി, ഗോവിന്ദമാഷ് വന്നു, പിന്നെ ആരാ, പിന്നെ VD സതീശനെയും വിളിച്ചോളാം. ശരി, ലൈനിൽ കിട്ടുന്നുണ്ട് ചാ. അവര് കൂടി റേഞ്ച് പോട്ടെ, ഈക്വലായിട്ട് കൊടുക്കുക എല്ലാ പാർട്ടിക്കാർക്ക്. പിന്നെ ഇവരെയും വിളിച്ചോളാം, മറ്റേ രാജീവ് ചന്ദ്രശേഖരനെ, എല്ലാവരും കൂടി കിട്ടട്ടെ. പറ്റച്ച കുഞ്ഞാലിക്കുട്ടീനെ, ശരി, എല്ലാവരും കൂടി ഒരുമിച്ച് വിവാഹത്തിൽ പങ്കെടുക്കട്ടെ. എല്ലാവിധ വിവാഹ മംഗളാശംസകളും. ശരി ശരി, ഓക്കെ. ജയന് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ഞാൻ വിവാഹത്തിൻ്റെ വാർത്ത കൊടുത്തത്. ഞാനൊരു ആളുകൾ കല്യാണം കഴിക്കുന്നതിനോട് നമ്മൾ എതിർക്കേണ്ട കാര്യമില്ലല്ലോ, അത്രേ വിചാരിച്ചുള്ളൂ. ശരി, ഏതായാലും വളരെ നന്ദി ജയൻ. അവിടെ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യും. അപ്പം ശശിധരൻ പിള്ള പറയുകയാണ് മനു പുലിവാല് പിടിച്ചത്. ഞാൻ ശരിക്കും ഒരു കടുവയുടെ വാലാണ് കേട്ടോ പിടിച്ചത്. അപ്പം ജയൻ വളരെ ക്ഷുഭിതനായിരിക്കാം. പക്ഷേ എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മോണോലിസ പോയി പൊതുവേദിയിൽ, മോദിജി പോയി പൊതുവേദി മോണോലിസയായി വന്നു എന്ന് പരിഹസിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ ആണ് എടുത്തത്. അപ്പോൾ ബോത്ത് ഷുഡ് റെസ്പെക്ട് ഈച്ച് അതേഴ്സ് റിലിജിയൻ ആൻഡ് ദെൻ ദർ ഈസ് നോ പ്രോബ്ലം എന്ന് പറയുന്നു. വിഴിഞ്ഞത്ത് കൊടുത്താൽ കൊച്ചിയിൽ കിട്ടും, അങ്ങനെയുള്ള പരിഹാസങ്ങളും വരുന്നുണ്ട്. അപ്പോൾ സന്തോഷ് വെള്ളരിക്കുണ്ടിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സന്തോഷ്, ഈ സർക്കാരും പ്രധാനമന്ത്രിയും തമ്മിലൊരു തർക്കം വരികയാണ്. സന്തോഷ് ആരുടെ പക്ഷത്താണ്? ഞാൻ ഈ കാര്യത്തിൽ പൊതുമരാമത്ത് മന്ത്രിയുടെ കൂടെയാണ്. കാരണം ഒരു പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് വന്നിട്ട് ഒരു മന്ത്രിനെ മാത്രം അവഹേളിച്ചത് കേരളത്തോട് മൊത്തം ചെയ്ത അവഹേളനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിയെ വിളിച്ച എല്ലാ മന്ത്രിമാരെയും വിളിച്ചതിന് തുല്യമാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുണ്ടോ? അല്ല, അതങ്ങനെയല്ല. ഒരു മന്ത്രി റിയാസിനെ മാത്രം, അത് വർഗീയതയാണ്, 100% വർഗീയതയാണ്. അപ്പൊ അത് പാടില്ല. ഇത്രയും നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ്. കാരണം നാം കാണുന്ന ഇപ്പോഴത്തെ കേരളം, കേന്ദ്രം കൊടുത്ത പണം ഉണ്ടാവും, കേരളത്തിന്റെ പണവും ഉണ്ടാവും. പക്ഷെ ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കിയ ഒരു ചെറുപ്പക്കാരനായ മന്ത്രിയെ ഇതുപോലെ വർഗീയതയുടെ പേരിൽ മാറ്റി നിർത്തിയത് 100% തെറ്റാണെന്നും ഞാൻ പറയുന്നു. പന്തിയിൽ പക്ഷാഭേദം കാണിക്കരുത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, അപ്പൊ അനിയൻകുട്ടനും കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിയൻകുട്ടനൊക്കെ കോൺഗ്രസിനെ പിന്താങ്ങിക്കുന്ന ആളാണല്ലോ. നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ CPM-ഉം BJP ഒറ്റക്കെട്ടാണെന്ന്. ഇപ്പോൾ അവർ രണ്ടാണെന്ന് അവർ തെളിയിക്കുകയാണോ അനിയൻകുട്ട? നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോ അതല്ലേ പറയാൻ പോകുന്നത്. സാറേ, ഇലക്ഷനൊക്കെ വരുമല്ലേ, ഈ സർക്കാരിന്റെ പോരായ്മകളൊക്കെ ഞാൻ നേരത്തെ ഞാൻ പറയുന്നത്, നമ്മളെ വിളിക്കുമ്പോഴൊക്കെ കിട്ടുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഈ പട്ടികാതി വികസന SC ഫണ്ടിനെ പറ്റിയും അവർക്ക് എന്തെല്ലാം ചെയ്യും. വിഷയത്തിലേക്ക് വരും. അപ്പൊ ഈ ഇപ്പോഴത്തെ തർക്കമല്ലേ ഇത്, ഇതിങ്ങനെ പിന്നെ അമ്മലും തമ്മലും കളിക്കും. ഇവര് BJP തന്നെയാണ്. പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസമേ ഒരു ചാനലിൽ ഞാൻ കണ്ടു, BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് എത്ര സീറ്റ് കിട്ടുമെന്ന് അവർക്കറിയത്തില്ല. എത്ര വിചാരിക്കുന്നത്? ഞാൻ പറയട്ടെ സാറേ, ഇത് പറഞ്ഞു ഞാൻ പറയാം. അതിനകത്ത് പിന്നെ പിണറായി വിജയൻ CPM LDF എത്ര സീറ്റ് കിട്ടുമെന്ന് അവർക്ക് കണക്കുണ്ട്. ഇതെന്നാ രാഷ്ട്രീയ കളിയാ ഇവര് കളിക്കുന്നത്? ഇവരെന്നാ രാഷ്ട്രീയ കളിയാ കളിക്കുന്നത്? ആളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അതുകൊണ്ട് ഇവര് ഒരു സഖ്യം തന്നെയാ കേരളത്തിലെ. ഒരു ചുക്ക് ഇവർ നേടാൻ പോകുന്നില്ല. ആണോ? അപ്പൊ ഞാൻ നമ്മുടെ സുധീർ എന്നോടൊപ്പം ചേരുന്നുണ്ട് മലപ്പുറത്ത്. സുധീർ, മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
വണ്ടൂർ. ഓക്കെ. അപ്പോൾ ശ്രീ സുധീർ, ഇത് കേൾക്കുമ്പോൾ ഇത് സഖ്യമാണെന്നൊക്കെ പറയുമ്പോൾ ശ്രീ സുധീർ സമ്മതിക്കുമോ? സഖ്യമല്ല, ഇതിന് അർഹതപ്പെട്ട ആളാണ് സുരേഷ് ഗോപി. ആ വേദിക്ക് അർഹതപ്പെട്ട ആൾ സുരേഷ് ഗോപിയാണ്. കാരണം വയൽക്കളി സമരത്തിനും ഇതിനും ഇത് നടത്തരുത് കാരണങ്ങാണ്ട് സമരം ചെയ്യാൻ വേണ്ടി പോയ ആളുകളാണുള്ളത് ഇതിലധികം സ്റ്റേജിലില്ലോ. BJP നേതാക്കളാണെങ്കിലും അതിന് വേണ്ടാന്ന് പറഞ്ഞങ്ങാണ്ട് സമരം ചെയ്തോലാണ്. അപ്പോൾക്ക് അതിന് അർഹത ഉണ്ട് അവിടെ നിൽക്കാനും. സുരേഷ് ഗോപി ഇരുത്തി ശരിയായില്ലെന്നാണ്. ഈ ഇലക്ഷൻ ടൈമിൽ ഓൾക്ക് അർഹതപ്പെട്ട നിർത്താനുള്ള സുരേഷ് ഗോപിയൊക്കെ ചിരിച്ചു നിൽക്കണുണ്ടല്ലോ സ്റ്റേജില്. നമ്മൾ കണ്ടതാണല്ലോ വയൽക്കളി സമരത്തിന് പോയിങ്ങാണ്ട് ഇത് നടക്കണ്ടായിരുന്നാണ്ട് അവിടെ തീപ്പന്തം കത്തിച്ച് നടന്നോലാണല്ലോലൊക്കെ. അപ്പൊ അത് നല്ല സൂപ്പർ ആയിരിക്കും. ഇതെന്റെ അഭിപ്രായം. ഓക്കെ 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 ഓക്കെ. അപ്പൊ വിപിൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന്. വിപിൻ എന്ത് തോന്നുന്നു? വിപിൻ, ഈ വലിയ 10,800 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ഇത്. ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ഘട്ടത്തിൽ ഈ അടിപിടി എങ്ങനെയാണ് വിപിൻ മനസ്സിലാക്കുന്നത്? എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് അനാവശ്യമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് രണ്ടു വശവും കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ ഒരു പൊതുമരാമത്ത് മന്ത്രിനെ ക്ഷണിക്കണമായിരുന്നു, അതൊക്കെ വേണ്ടതായിരുന്നു. പക്ഷെ അത് ചെയ്തില്ലെന്ന് വിചാരിച്ചിട്ട് ഇതിനെ മുഖ്യമന്ത്രി ബഹിഷ്കരിച്ച് അങ്ങനെയല്ലല്ലോ ആ പ്രതിഷേധം കാണിക്കേണ്ടത്. മുഖ്യമന്ത്രി വരിക അവിടെ വേണമെങ്കിൽ ഈ കാര്യങ്ങൾ പറയും ചെയ്യായിരുന്നു പൊതുസമൂഹത്തിന് മുന്നില്. അപ്പോൾ ഇത് അവർക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു. പ്രധാനമന്ത്രി സംസ്ഥാനത്തിന് പ്രതിഷേധം അറിയിക്കാമായിരുന്നു. പക്ഷേ ചടങ്ങ് എല്ലാവരും കൂടി ഭംഗിയായി നടത്തി നമ്മുടെ നാടിന്റെ വികസനത്തിൽ ഒറ്റക്കെട്ടാണ് നിൽക്കണമായിരുന്നു. പ്ലസ് വേണമെങ്കിൽ മന്ത്രി റിയാസിന് ഈ പറഞ്ഞ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്യായിരുന്നു ആ സമയത്ത് തന്നെ. അദ്ദേഹം അത് ചെയ്യണതിൽ കുഴപ്പമില്ല. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു സംഭവം, ജനങ്ങൾ വെറും മണ്ടന്മാരാണ് ഇപ്പൊ. കാരണം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ മെയിൻ ഇഷ്യൂ, അതൊന്നും ഏറ്റെടുക്കാതെ ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കണം അല്ലെ. മെയിൻ സ്ട്രീം എന്താണ് നമ്മളുടെ ഈ നാടിന്റെ വികസനം, സാധാരണ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം, ഇതൊന്നും നോക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിട്ട് അവരെ മറ്റുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. അപ്പൊ കേന്ദ്ര സർക്കാർ ആയാലും ശരി സംസ്ഥാന സർക്കാർ ആയാലും ശരി ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജൻ, വിപിൻ്റെ ഒരു പ്രതികരണം ഒരുപക്ഷെ ശ്രീ രാജൻ അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, അതിൽ കുറച്ചൊക്കെ കാര്യങ്ങളില്ലേ ശ്രീ രാജൻ? അല്ല, ഇതിലിപ്പോ കാര്യങ്ങളില്ലേ, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണല്ലോ. അപ്പോ ഇവരിൽ നിന്നും ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കണ്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ചൂരൽമല സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എന്ത് ചെയ്തു എന്ന് നമ്മുടെ കേരളീയര് നോക്കണ്ടേ? മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെയല്ലല്ലോ നമ്മളെ കേരളം. അപ്പൊ ആ കേരളീയരെ ശ്രദ്ധിക്കാതെ ഈ പറയുന്ന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും പിന്നെ മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചു എന്നുള്ള വലിയൊരു ആഗോള സംഭവമാക്കുക. പക്ഷേ ഈ മുഹമ്മദ് റിയാസിനെ എന്തുകൊണ്ട് പങ്കെടുപ്പിച്ചില്ല? അല്ല, കേന്ദ്രമാണ് പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിച്ചില്ല? അതൊക്കെ ചോദ്യചിഹ്നമാണ്. ഇപ്പൊ ഈ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ പങ്കെടുത്തില്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ചാണകങ്ങൾ വന്ന് പരിപാടിക്ക് ഗംഭീരാക്കിയത് ഞാനത് TV കണ്ടു. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ നല്ലൊരു ശക്തമായ പ്രതിഷേധമാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ചെയ്തത്. അതിപ്പോ കേരളത്തിലുള്ള BJPയുടെ ഉന്നതരായ നേതാക്കന്മാര് ഒരല്പം ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ട് കേരളത്തിലെ ഒരു മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല? അത് പ്രതിഷേധം തന്നെയാണ് മുഖ്യമന്ത്രി. അപ്പൊ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മരുമോനാണ്, അമ്മാനപ്പനാണ്. അതൊക്കെ ഈ പറയുന്ന ഊളത്തരം എന്ന് പറയേണ്ടി വരും. അതൊക്കെ ചാണസംഖ്യകൾക്ക് ചേർന്നൊരു സംഭവമാണ്. എനിക്കിതിൽ ഭംഗിയായിട്ടുള്ള പ്രതിഷേധം നമ്മൾ അതറിയിക്കുന്നു. വേറെ ഒന്നും എനിക്ക് പറയില്ല. ശരി, അപ്പൊ അതാണ്. സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ്, ഇത് സന്തോഷ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? 10,000 കോടി രൂപ നമ്മുടെ രാജ്യത്ത് വരുന്നു. വിവിധ മേഖലകളിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു ദേശീയ പാതയുടേത് മാത്രമല്ല, 5,500 കോടി രൂപ
ചിലവിടുന്ന BPCL കൊച്ചി റിഫൈനറി സ്ഥാപിക്കുന്ന പ്രൊപ്പല്ലർ പ്ലാന്റിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. പ്രതിപക്ഷം 4 ലക്ഷം ടൺ പോളിപ്രൊലിൻ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ സെമി കണ്ടക്ടർ മേഖലയിൽ രാജ്യം പുരോഗതി കൈവരിക്കുന്നതൊക്കെ പ്രധാനമന്ത്രി. ഒപ്പം ഈ ദേശീയപാത 66 തലപ്പാടി ചെങ്കളം ഭാഗത്തെ 6 വരിപ്പാതയും കോഴിക്കോട് ബൈപ്പാസിൻ്റെ വെങ്ങളം രാമനാട്ടുകര 6 വരിപ്പാതയും ഒക്കെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പൊതുമരാമത്തിൻ്റെ മാത്രം ഇതല്ല. പക്ഷേ പൊതുമരാമത്ത് മന്ത്രിയെ കൂടി വിളിക്കാമായിരുന്നു, വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. പക്ഷേ അത് ഫലപ്രദമായി ചെയ്യുന്നതിന് പകരം അത് കുളവാക്കിയോ? തീർച്ചയായും ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ടാവും, ജി സുധാകരൻ. കാരണം ആ വീടിന്റെ അടുത്ത് പോലും ഓരോ പരിപാടി വെച്ചിട്ട് മുൻ പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ പോലും അദ്ദേഹത്തിന് വിളിച്ചിട്ടില്ല ഇതേ പാർട്ടി. അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ജി സുധാകരനായിരിക്കാം. പിന്നെ പൊതുമരാമത്ത് മന്ത്രിയിലെ ഏത് രാഷ്ട്രീയത്തിലെ വർഗീയത പേരിൽ വന്നാലും അയാളത് മന്ത്രിയാണ്, കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി. കാരണം തീർച്ചയായും വിളിക്കേണ്ടതാണ്. പിന്നെ ഈ നമ്മുടെ കേരള സംസ്ഥാനം തന്നെ പറയുന്നത് കേട്ടുന്ന കേരള സംസ്ഥാനമാണ് ഈ ദേശീയപാതയ്ക്ക് പണം കൊടുത്ത ഏക സംസ്ഥാനം. അതൊരിക്കലും അല്ല. മുംബൈ കൊടുത്തിട്ടുണ്ട്, മഹാരാഷ്ട്ര 27 കോടി കൊടുത്തിട്ടുണ്ട്, പഞ്ചാബ് 13 കോടി കൊടുത്തിട്ടുണ്ട്, ഗുജറാത്ത് കൊടുത്തിട്ടുണ്ട്, UP കൊടുത്തിട്ടുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായി കൊടുത്തത് കേരളമാണ്. അപ്പം ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടി ചെയ്യരുത് ഞങ്ങൾ മാത്രമാണ് കൊടുത്തതെന്നുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളും ഇതേപോലെ സാമ്പത്തികം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു രാഷ്ട്രീയത്തില് ഈ BJPയിലെ സംസ്ഥാന പ്രസിഡന്റിന് അവിടെ എന്താണ് റോൾ ഉള്ളത്? ഒരു റോളും ഇല്ല. ഈ ഇവിടെ ഈ ഖജനാവിലേക്ക് വരുന്ന പണത്തിന്റെ ഈ നമ്മളെ സംസ്ഥാനത്ത് ചെലവാക്കുന്ന പണത്തിന് രാഷ്ട്രീയ പാർട്ടിക്ക് യാതൊരു റോളില്ല. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റിനെ വിളിക്കാം, ഗോവിന്ദ മാഷ് വിളിക്കാം, ഇവരെയൊക്കെ വിളിക്കാലോ. ഇതൊന്നും വിളിക്കുന്നില്ലല്ലോ. ഇതൊക്കെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നുള്ള ഒരു ഇതും കൂടെ ചിന്തയും കൂടെ ഉണ്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നിറയെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ വേറെ ആൾ നിൽക്കുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഗോപകുമാർ, ഈ നിങ്ങളുടെ പ്രസിഡന്റിനെ വിളിച്ചതിലാകട്ടോ ഇപ്പോൾ ആളുകൾക്ക് അമർഷം. പാലക്കാടുകാരനാണ് ശ്രീ ഗോപകുമാർ, കേൾക്കുന്നില്ലേ? നമസ്കാരം. നിങ്ങളുടെ പ്രസിഡന്റിനെ എന്ത് അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് പരിപാടിക്ക്? അത് പറഞ്ഞോട്ടെ. അവരിപ്പോ ഒരു ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലുണ്ട്. മറ്റേ ശരിക്കും പറയാം, നമ്മളെ ഈ ചാനലില് ഇതായ കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അത് കാരണം കൊണ്ട് ആ പഴഞ്ചൊല്ല് മനസ്സിലായി കാണുന്നു വിചാരിക്കും. ഞാൻ ആ പഴഞ്ചൊല്ല് കറങ്ങി തീർക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാതിരിക്കാം. ശരി, നമ്മൾ കറങ്ങി തീർക്കാന്ന് പറഞ്ഞു നിർത്തിയത്. അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതേമാതിരി എത്രയൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ മറ്റേ നമ്മളെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് രാജീവ് ചന്ദ്രശേഖരൻ എന്നത് സത്യമാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അയാളെ അഭിസംബോധന ചെയ്തത് എങ്ങനെയായിരുന്നു? എല്ലാരും കണ്ടതല്ലേ, വാർത്തയില് ചാനലിൽ കണ്ടതല്ലേ. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി മന്ത്രിയെ ക്ഷണിക്കാതെ മുൻ മന്ത്രിയെ ക്ഷണിച്ചു എന്നൊക്കെയാ അവര് പറയുന്നത്. അല്ല, മുൻ മന്ത്രിയെ വിളിച്ചു. മുൻ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ആണല്ലോ അത് തീരുമാനമായല്ലോ. BJPയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അല്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ടോപ്പ് ആള് മുഖ്യമന്ത്രിയാണ്, കേരള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകുന്നേരത്ത് 12 മണിക്കോ ഇന്ന് രാവിലെ 9 മണിക്കോ അല്ല മുഖ്യമന്ത്രിക്ക് ഈ വിവരം കൊടുത്തിരിക്കുന്നത്. ആഴ്ചകളോളം സമയം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ PM മോഹനോട് ആവശ്യപ്പെടായിരുന്നു, ഞാൻ വരണമെങ്കിൽ എന്റെ മരുമകൻ വരണം, അല്ലെങ്കിൽ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ മരുമകനായിട്ടുള്ള, അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയല്ലേ നിങ്ങളെ മരുമകൻ എന്ന് പറയുന്നത് അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. പക്ഷേ ഈ സംസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് പരിപാടിക്ക് വിളിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? മുഹമ്മദ് റിയാസ് എന്ന പേരുള്ള ഞങ്ങളുടെ പൊതുമരാമത്ത് മന്ത്രിയെ വിളിക്കണം, ഇന്ന ആൾക്കാരെ വിളിക്കണം, പ്രോട്ടോകോൾ പ്രകാരം ഇന്ന ആൾക്കാരെ വിളിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം മുഖ്യമന്ത്രിക്ക് പറയായിരുന്നു. ഇന്നലെ രാത്രി 12 മണിക്കല്ല കൊടുത്തിരിക്കുന്നത് ഈ വിവരം. അതൊന്ന്. പിന്നെ ആരൊക്കെ ഇവിടെ 2-3 ആൾക്കാർ പറഞ്ഞു, അത് മുഴുവൻ പറയാനുള്ള സമയം താങ്കൾ എനിക്ക് തരില്ലെന്നറിയാനുള്ള കാരണം കൊണ്ടാണ് ഞാനത് പൊതുജനങ്ങളുടെ പൈസ എടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യാണ്, പൊതുജനത്തിന്റെ പൈസയാണെന്നുള്ള ഉദ്ഘാടനം ചെയ്യുന്നത് പറയുന്നത്. ഇന്ന് തന്നെ ഇവർ ഉദ്ഘാടനം ചെയ്തെന്നുള്ള പൊതുപണം ഉപയോഗിച്ചിട്ട് കെട്ടിയ ഒരു കായിക ഭവൻ എന്ന് പറഞ്ഞ സംഭവം ഉദ്ഘാടനം ചെയ്തത്. അതിന് പടി കഴിഞ്ഞിട്ടാണ് ഇവർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് 1-ാം നമ്പർ അജണ്ടയല്ല ഇവരുടെ. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് മനുഷ്യ കണ്ടില്ലേ? ആ ഉദ്ഘാടനത്തിന്റെ ആ ബിൽഡിങ്ങിന്റെ അങ്ങനെ ഈ കായിക ഭവൻ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള സ്റ്റേജ് ആയിട്ടുണ്ടോ ബിൽഡിങ്? ഇല്ലല്ലോ. ഇതേമാതിരി തന്നെ നമ്മുടെ ഇതിന്റെ മുന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ണൂരില് വിമാനത്താവളം കെട്ടിയപ്പോ അതിന്റെ ഉദ്ഘാടനം കഴിച്ചില്ല. ഉദ്ഘാടനം കഴിക്കാണ്ട് പിണറായി വന്നിട്ട് ഉദ്ഘാടനം കഴിച്ചു. അത്
അല്ല, അവിടെ ഉദ്ഘാടനം കഴിച്ചല്ലോ. കണ്ണൂരിലൊരു വിമാനം ഇറങ്ങിയെന്നും പറഞ്ഞല്ലേ പിന്നെ വിവാദമായത്. വിമാനം ഇറങ്ങിയത് പറക്കല നോക്കിയത്, ആദ്യത്തെ പറക്കൽ ടേക്ക് ഓഫ്, അല്ലാതെ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തിട്ടില്ല. വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം ഒന്ന് ആക്കാൻ നോക്കിയെന്നും പറഞ്ഞാണ് അത് വലിയ വിവാദമായത്. മുഖ്യമന്ത്രി എന്നുള്ള ആൾക്കാരാണ് സംസാരിച്ചത്. അങ്ങനെ ഇരട്ടത്താപ്പ്. ഇപ്പൊ സന്തോഷ് വെള്ളരിക്കൊണ്ട് പറയുന്നുണ്ട് പന്തിയിൽ പക്ഷാഭേദം പാടില്ല. പന്തിയിൽ പക്ഷാഭേദം പാടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ CPM-ന്റെ മന്ത്രിസഭയില് ഉള്ള മന്ത്രിമാരെ ഒഴിവാക്കിയില്ലേ? അല്ല, ആരോഗ്യമന്ത്രി ആയിരുന്നില്ലേ ശൈലജ? ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ പൊതുമരാമത്ത് മന്ത്രി എന്ന് പറയുന്ന റിയാസിനെ ഇവര് മറ്റേ വർഗീയം പറഞ്ഞ് കയറ്റിയിട്ടാണല്ലോ സംസാരിക്കാൻ നോക്കണത്. പലരും വർഗീയത പറഞ്ഞ് കയറ്റാൻ നോക്കുകയാണ്. അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് ക്ഷണിക്കാത്തത്. അതൊക്കെ വെറുതെ. അപ്പൊ എങ്ങനെയാണ് ശൈലജ ടീച്ചർ എങ്ങനെയാണ് ഈ മന്ത്രിസഭയിൽ ഇല്ലാണ്ട് പോയത്? പന്തിയിൽ പക്ഷഭേദം ഇല്ലെങ്കിൽ പന്തിയിൽ പക്ഷഭേദം ഉണ്ടായിരുന്നോ? അല്ല, അത് അവരുടെ പാർട്ടിയുടെ തീരുമാനമല്ലേ ആരെ മന്ത്രിയാക്കണം. അപ്പൊ ഇത് കേന്ദ്ര പാർട്ടി ഇവർ തല കീഴാക്കി നിന്നാലും തല കീഴ്പോട്ടും കാല് മേപ്പോട്ടും ആക്കി നിന്നാലും ഇവർക്ക് കേന്ദ്രത്തിൽ ഭരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം സത്യാവസ്ഥയാണ്. അപ്പൊ കേന്ദ്രം തീരുമാനിക്കും എന്ത് ചെയ്യണം. PMO തീരുമാനിക്കും. ഏത് PMO ആയിക്കോട്ടെ. CPM-ന്റെ PMO അവിടെ ഉണ്ടാവില്ല, PM ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായമൊക്കെ വ്യക്തമാണ്. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ഷിജു എന്നോട് പറയുന്നു കേരള സ്റ്റോറി പ്രൊപ്പഗാൻഡ ബൈ ബിബിൾ ഷാ ബിക്കെയിം എ ബിഗ് ഫ്ലോപ്പ് എന്ന് പറയുന്നു. കേരള സ്റ്റോറി ഓഫ് മോണോലിസ എന്ന് രാജ് വ്ള എന്നോട് പറയുന്നു. ജയൻ ചേട്ടന് നമസ്കാരം എന്ന് സുനിൽകുമാർ പറയുന്നുണ്ട്. ജയൻ തൃശ്ശൂർ എ ഹ്യൂജ് കേരള സ്റ്റോറി മൂവി ഫാനാണെന്ന് പറയുന്നുണ്ട്. മനു പുലു, ഓക്കെ, അത് വേറെ. വൈ രാജീവ് ചന്ദ്രശേഖർ വാസ് ഇൻവൈറ്റഡ്, ദാറ്റ്സ് പ്യുവർ പൊളിറ്റിക്സ് എന്ന് എന്നോട് ഷിജു കുര്യത്ത് പറയുന്നു. മല ഒളി ആണോ കട്ടിരിക്കും, അതിൽ രാഷ്ട്രീയമില്ല എന്ന് എന്നോട് രാജ്വല പറയുന്നു. അനന്തപ്രസാദ് എന്നോട് പറയുന്നു പൊളിറ്റിക്കൽ ഡ്രാമ ഇന്ന് മോർണിംഗ്, അല്ലാതെ ഇത് മോർണിംഗ് അല്ലല്ലോ ഇത് അറിഞ്ഞത് എന്ന് എന്നോട് അനന്തു പ്രസാദ് പറയുന്നു. സുനിലെ നമസ്കാരം എന്ന് ജയകുമാർ പറയുന്നു. ജയകുമാറിന് സുനിൽ നമസ്കാരം പറയുന്നുണ്ട്. അപ്പോൾ നന്ദകുമാർ പറയുന്നു മുഖ്യമന്ത്രിയെ ബഹിഷ്കരിച്ചത് ശരിയായില്ല, ഇത് മമതാ ബാനർജി രാഷ്ട്രപതിയെ ബഹിഷ്കരിച്ചതും ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് നന്ദകുമാർ പറയുന്നു. രഘുനന്ദനൻ പറയുന്നു കേരളത്തിൽ നടക്കുന്ന ഇമാതിരി കാര്യങ്ങൾ ജനം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, അവർ വിലയിരുത്തട്ടെ എന്ന് പറയുന്നു. പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ചായ പോലും ഇപ്പോൾ കിട്ടുന്നില്ല, അത് ഹോട്ടലുകളൊക്കെ അടഞ്ഞു പൂട്ടി എന്നാണ് ശശിധരൻ പിള്ള പറയുന്നത്. അപ്പോൾ ശശിധരൻ പിള്ള സ്വന്തമായി ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അനീഷ് മുരളി മിസ്റ്റർ രാജൻ എന്തിന് ആർക്കെന്നൊക്കെ ചോദിക്കുന്നു. ഈ ഓക്കെ, അപ്പോൾ അനന്തു പ്രസാദ് എന്തൊക്കെയോ പറയുന്നുണ്ട്. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്ന് പറയുന്നു. കിഷോർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. തമിഴ്നാട്ടിൽ മക്കത്തായും കേരളത്തിൽ മരുമക്കത്തായും കുടുംബഭരണം സിന്ദാബാദ് എന്ന് ഗ്ലാഡിയേറ്റർ പരിഹസിക്കുന്നു. പൊതുമരാമത്ത് മന്ത്രിയല്ല കേരളം അറിയപ്പെടുന്ന റീൽസ് മന്ത്രി എന്നാണെന്ന് വേറൊരു പരിഹാസം. ജയകുമാർ. സദാശിവൻ നായർ പറയുന്നു നമസ്കാരം മനു, എൻ്റെ കമൻറ്റ് വായിക്കാൻ പറ്റാതിരുന്നത് എന്ന് മനസ്സിലായില്ല, ഗ്രാഫിക്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഞാൻ മനുവും കൂടി സൈക്കിൾ ചവിട്ടി തുടങ്ങാമല്ലോ എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ സൈക്കിൾ ഓടിക്കുന്ന കാര്യത്തിൽ പണ്ട് തന്നെ അത്ര ഒരു മിടുക്കുള്ള ആളായിരുന്നില്ല, അതുകൊണ്ട് നമ്മളെപ്പോഴും പുറകിലിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ PR കൃഷ്ണകുമാർ പറയുന്നത് 12 മുതൽ 20% വോട്ടുള്ള BJP ഒരു ഗവൺമെൻറ് പരിപാടിയിലും പങ്കെടുപ്പിക്കാത്തവരല്ലേ കേരള ഗവൺമെൻറ് എന്ന് പറയുന്നു. ഫ്രാൻസിസ് ഇരുമ്പൻ എന്നോട് പറയുന്നു rather sad that there is no attendance of the chief minister at the great occasion എന്ന് ഫ്രാൻസിസ് ഇരുമ്പൻ എനിക്ക് മെസ്സേജ് അയക്കുന്നു. സന്തോഷ് പേടിക്കേണ്ട, നാളെ G സുധാകരൻ്റെ വാർത്താ സമ്മേളനമുണ്ട് എന്ന് ഒക്കെ ഉള്ള പ്രതികരണങ്ങൾ ഇങ്ങനെ വരുന്നു. രാജിക്കുട്ടിയായിരിക്കും കേട്ടോ. രാജിക്കുട്ടിയാണോ? നമസ്കാരം. നമസ്തേ. ഞാൻ ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു. എന്താ പറ്റിയത്? 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ആ 3 ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞു. അത് പക്ഷെ അത് മാറിയ പിന്നെ ഇതല്ലേ മരുന്ന് കഴിച്ചു മടങ്ങി വന്നു എന്നല്ലേ പറഞ്ഞു? അതെ, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. 3 ആഴ്ച ചെയ്തു. വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ രക്ഷപ്പെട്ട് വീട്ടിലെത്തി. പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എനിക്ക് സാറിന് വലിയ ഇഷ്ടമാണ്. സാറിന്റെ ഒക്കെ പ്രാർത്ഥന ഒരുപാട് നമ്മുടെ ചാനലിൽ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങില് എല്ലാവർക്കും, അതായത് പൊതുവായിട്ടുള്ള ഒരു പരിപാടിയാണിത്, അല്ലാതെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ അല്ല, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അതിൽ എല്ലാവരെയും ക്ഷണിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ എന്തെങ്കിലും വികസനം ഉണ്ടായത് കരുണാകരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നു, അത് കഴിഞ്ഞ് നമ്മുടെ ഏഴിമല, അത് കഴിഞ്ഞ് പല വികസനങ്ങളും വന്നത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയാ. അതുപോലെ രാജ്യത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി വന്നതെങ്കിലും മുഖ്യമന്ത്രിയെ ക്ഷണിക്കാം, അതുപോലെ പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാം, പ്രതിപക്ഷത്തിലെ എല്ലാവരെയും ക്ഷണിക്കാം. രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പം കേരളത്തിന് എന്ത് ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനേക്കാൾ കേന്ദ്രമന്ത്രി ഉപമന്ത്രിമാരും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. കേരളത്തിന് നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ വികസനം
കേന്ദ്രത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവരാരും സൗജന്യമായിട്ട് തരുന്നതല്ല, ഒരു പാർട്ടിക്കാരും സൗജന്യമായിട്ട് തരുന്നതല്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ സഹായത്തിന് ആളൊക്കെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അല്ലേ? അതെ അതെ, എന്റെ നല്ല ഡോക്ടർ എനിക്കാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ആശ്വാസം. 3 ദിവസം അവിടെ ഇതിനകത്ത് കിടന്നു. ശരി. അപ്പോൾ ഇനി നല്ല ആരോഗ്യവാനായിട്ട് നമുക്ക് കൂടുതൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാം പൊതുവേദിയിലൂടെ. ഓക്കെ, ശരി. അപ്പോൾ ശശിധരൻ പിള്ളയെ ഹോട്ടലിൽ ചായ കിട്ടാത്ത കാര്യം പറഞ്ഞില്ല. അപ്പോൾ എന്നോട് പറയുന്നത് ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഹോട്ടൽ പൂട്ടിയത് മനുവേ, അതുകൊണ്ട് ചായയൊക്കെ ഞാൻ ഇട്ട് കുടിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ശശിധരൻ പിള്ളയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ ഇല്ല. ഓക്കെ, ഞാൻ വിചാരിച്ച ശശിധരൻ പിള്ള എവിടെയെങ്കിലും ചായ കിട്ടാത്തതുകൊണ്ട് വിഷമിക്കുകയാണെന്ന്. ബഹിഷ്കരിച്ച പി ശ്രീനിവാസൻ പറയുന്നു, ബഹിഷ്കരിച്ച തെറ്റ്, മുഖ്യമന്ത്രിയെയും വേറെ 2 മന്ത്രിമാരെയും ഉൾപ്പെടുത്തി മരുമോൻ ഇല്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് നീരസം എന്നാണ് ശ്രീനിവാസൻ്റെ പരിഹാസം. കേരള ബോക്സ് ഓഫീസ് പറയുന്ന തലമുറ മാറ്റം മരുമകനിലൂടെ മാത്രമായിരിക്കും, മറ്റാരും വെള്ളം കോരണ്ട എന്ന് ചുരുക്കം എന്ന് പറയുന്നു. അപ്പോൾ ക്രിസ് സംഗി എനിക്ക് ചുവന്ന ഹൃദയമൊക്കെ അയക്കുന്നുണ്ട്. ക്രിസ് സംഗിക്ക് ഞാനൊരു ചുവന്ന ഹൃദയം അങ്ങോട്ടേക്ക് അയക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജോസഫ് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്. ഗുഡ് ഈവനിങ് മിസ്റ്റർ ജോസഫ്, ബാംഗ്ലൂരിൽ നിന്നാണ്. കുറേ നാളായി സംസാരിച്ചു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താണ് ഇവിടുത്തെ മുമ്പിലൊക്കെ നമ്മുടെ ബാംഗ്ലൂർ മലയാളികൾ അറിയുന്നുണ്ടോ? പ്രധാനമന്ത്രിയെ വരുന്നു, മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല, വേറെ പരിപാടി നടക്കുന്നു, മൊത്തത്തിൽ കലവില കോലാഹലമാണ്. നല്ല നാടകങ്ങളല്ലേ മനു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മന്ത്രിമാരുടെ കലാപരിപാടികള്, പോലീസിന്റെ കലാപരിപാടികള്. ഇപ്പൊ നമ്മൾ മറ്റു പരിപാടികളൊന്നും കാണുന്നില്ല. ഇപ്പൊ ഈ കേരളത്തിലെ ന്യൂസ് മാത്രം മതി നമുക്ക് എന്റർടൈൻമെന്റിന്. ശരി, മൊത്തത്തിൽ എന്താ ഒരു തമാശയും കോമഡിയും സംഘർഷവും ഗാനവും എല്ലാം ഉണ്ട് അല്ലേ? ക്ലൈമാക്സ് ടെൻഷൻ. അതോടൊപ്പം തന്നെ എടുത്തു പറയട്ടെ, ഇന്നത്തെ സബ്ജക്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഞാൻ പറയുകയാണ്. ഈ മന്ത്രിസഭ 14 ഉമ്മൻചാണ്ടിയെ തോപ്പിച്ച് ഭാഗത്ത് വന്ന ബഹുമാനപ്പെട്ട ഈ ഗണേശന്റെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സരിതയുടെ ലെറ്ററിലെ 2-3 ലൈനുകൾ ചേർക്കുക, കളയുക. അപ്പൊ അതിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡായിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പുള്ളിയെ മന്ത്രിസഭ വെച്ചിരിക്കുന്നത്. ഇവിടെ അത് കഴിഞ്ഞ സംഭവമാണ്, കാര്യത്തിലേക്ക് വരാം. ഈ ഉദ്ഘാടനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങള് കേൾക്കാം, പറയാം. പറയാം. അപ്പൊ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു പിള്ളേരെ എനിക്ക് ചോക്ലേറ്റ് തന്നില്ല, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോവുകയല്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരു മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തും മ്ലേച്ഛമായ നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് രാഷ്ട്രീയം എന്നൊക്കെ പറയാൻ കാണേണ്ട ആവശ്യമില്ല. പ്രധാനമന്ത്രി വരുന്ന ഒരു ചടങ്ങ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അറ്റൻഡ് ചെയ്തിരിക്കേണ്ട. ഞാൻ അറിയാമല്ലോ, ഞാൻ പ്രോ കോൺഗ്രസ്സുകാരനാണെന്ന് അറിയാമല്ലോ. എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, അത് പ്രോട്ടോകോൾ പ്രകാരവും അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാണക്കെടുത്ത, കേരളത്തിലെ നാണക്കെടുത്ത പരിപാടിയാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത് പങ്കെടുക്കാത്ത? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ അവർ രണ്ടുപേരും ഒക്കെ ചങ്ങാതിമാരാണെന്ന് പറയുന്നതുകൊണ്ട് ഇത് ഞങ്ങൾ ഒന്നല്ല 2 ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ കോൺഗ്രസ്? അല്ലല്ലോ, ഇത് 2 തെളിയിക്കാൻ വേണ്ടി തന്നെയാ. സംശയം എന്താ? ഇത് നാടകം നമ്മുടെ ഈ പിണറായിക്കെതിരെയുള്ള കേസ് CBI കോടതിയിൽ അറ്റൻഡ് ചെയ്യാതെ ഇവർ കഴിഞ്ഞ 37 പ്രാവശ്യമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അവർ ഉറ്റ ചങ്ങാതികളാണെന്നുള്ള യാതൊരു സംശയം. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കണമല്ലോ, ഞങ്ങള് ചങ്ങാതിമാരൊന്നും അല്ല, ഞങ്ങള് 2 എതിരാളികളാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു നാടകം ഇതിനകത്തുണ്ട്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഉമേഷ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ഉമേഷ് കേൾക്കാമോ? നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞ് CPM ഉം BJP ഒന്നാണ്, ഇവർ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവർ തമ്മിൽ വലിയ അടിയാണല്ലോ ശ്രീ ഉമേഷ്. അത് പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വലിയൊരു അടിയായിട്ടൊന്നല്ല. ഇതിപ്പോ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കുറച്ച് സീറ്റ് നേടുക BJPന്റെ ഒരു ആവശ്യകതയാണ്. അപ്പൊ അവരതിൻ്റെതായ കളികൾക്കും ഇവരുടേതായ കളികൾക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇത്തരം പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ചില പ്രോട്ടോകോളും പ്രൊസീജിയറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ശരിക്കും മുഹമ്മദ് റിയാസിനെ വിളിക്കേണ്ടതാണ്. വിളിച്ച് അദ്ദേഹത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണല്ലോ, നമ്മളൊരു LDFന്റെ മന്ത്രിയാണെന്ന് വെച്ചാൽ നമ്മൾ അയാൾ വിളിക്കരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിന്റെയൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര റീൽസ് എല്ലാം ഇറക്കി വലിയ തമ്പുരാൻ കളിച്ച ഈ ചിത്രം എന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ തമ്പുരാൻ കളിച്ച പോലെ
ഈ യഥാർത്ഥ തമ്പുരാൻ വന്നപ്പോഴാണ് യഥാർത്ഥ തമ്പുരാൻ വന്നപ്പോ ഉള്ള തമ്പുരാനെ വേദിയിൽ പോലും കയറ്റിയില്ലെന്നാണ്. വേദിയിൽ പോലും യഥാർത്ഥ സ്ഥിതിയായി. അപ്പൊ അതാണ് സ്ഥിതി. പിന്നെ ഇതേപോലെ തന്നെയാണ് VD സതീശനെ ഉദ്ഘാടനത്തിന് വിളിച്ച് ക്ഷണിക്കാതിരുന്നുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾ മറ്റുള്ളവരെ ക്ഷണിക്കാതിരിക്കുമ്പോൾ അത് ന്യായവും, ഞങ്ങളെ ക്ഷണിക്കാതിരിക്കുമ്പോൾ അത് അന്യായവും എന്നുള്ള വാദമൊന്നും ഇവിടെ കൊണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും തന്നെ ഇവരുടെ ആരുടെ ഔദാര്യം എന്നല്ല, ഇത് ജനങ്ങളെ പൈസയല്ലേ. ഇവരൊക്കെ ഇതിന്റെ അവകാശവാദം ഉന്നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ജനങ്ങളെ പൈസയാ. പിന്നെ അതിന്റെ ഉള്ളിൽ ഇവർ കുറെ നാടകം കളിച്ചൊന്നും കാര്യമില്ല. ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ റിയാസിനെ ഒഴിവാക്കി ശക്തി തെളിച്ച BJPക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുണ്ട് നമ്മുടെ ശക്തിമാൻ. അപ്പോൾ ശക്തി തെളിയിച്ചെന്നാണ് പറയുന്നത്. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് ആരൊക്കെയോ പറയുന്നുണ്ട്. ഫോർ മൈ ഇൻഫർമേഷൻ, എത്ര വർഷമായി പൊതുവേദി തുടങ്ങിയിട്ട്? അന്ന് മുതൽ മനു ആണോ കിരണാണോ എന്നൊക്കെ ചോദിക്കും. അല്ലല്ല, ഈ പൊതുവേദി എന്ന പരിപാടി ഈ ന്യൂസ് 18 വളരെ തുടക്കകാലത്ത് തൊട്ട് തന്നെയുണ്ട്. അത് പലരും ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ഒരു ഘട്ടത്തിൽ ഞാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലി ചെയ്ത് ഒരു ഡെസ്കിലേക്ക് ട്രാൻസ്ഫറായി വന്നൊരു ഘട്ടത്തിലാണ് അത് ഞാൻ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നതാണ്. അത് എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാനൊക്കെയുള്ള ആളുകളുടെ എണ്ണം, താല്പര്യക്കാരുടെ എണ്ണം കുറഞ്ഞൊരു പശ്ചാത്തലത്തിൽ ഞാനിങ്ങനെ പൊതുവെ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം അറിയാൻ വലിയ ആകാംക്ഷയുള്ള ആളാണ്. അപ്പോൾ ഞാനങ്ങനെ അത് എൻ്റെ ഒരു താല്പര്യമായി വന്നതാണ്. അപ്പോൾ VC തോമസ് പറയുന്നു, മുൻ കേന്ദ്രമന്ത്രിമാരായിരുന്ന മുരളീധരനെയും രാജഗോപാലിനെയും കൂടി വിളിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നു. മരുമോൻ നടത്തിയത് തറ ഷോ ആയിപ്പോയി എന്ന് പ്രദീപ് കുമാർ പറയുന്നു. റോഡുകൾ നല്ലതാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ആണെന്ന് പറയും. ഈ പൊതുമരാമത്ത് മന്ത്രി തന്നെയല്ലേ എന്ന് പറയുന്നു. ട്രംപ് അറിഞ്ഞിട്ടാണോ മോദി സാർ ഉദ്ഘാടനത്തിന് വന്നത് എന്നൊക്കെയുള്ള പരിഹാസങ്ങളുണ്ട്. ദേശീയപാത കേന്ദ്രത്തിൻ്റെത് തന്നെ എന്നൊക്കെ സുനിൽകുമാറും പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ വൃക്കരോഗം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. 15% കൂടുതൽ ആൾക്കാർക്ക് വൃക്കരോഗം ബാധിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം പ്രമേഹം അഥവാ ഡയബറ്റീസാണ്. നമുക്കറിയാം, ഡയബറ്റീസ് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് അത് ചികിത്സിച്ചാൽ ഈ വൃക്കരോഗം വരാതിരിക്കാൻ സാധിക്കും. അപ്പോൾ വൃക്കരോഗം തുടങ്ങിയിട്ടുണ്ടോ എന്ന് ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് കണ്ടുപിടിക്കാൻ വളരെ തുടക്കത്തിൽ തന്നെ ടെസ്റ്റുകൾ ചെയ്യുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും മൂത്രത്തിൽ UACR അഥവാ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, അതുകൂടാതെ GFR ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്നീ 2 ടെസ്റ്റുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഡയബറ്റിസ് ഉള്ള വ്യക്തികൾ ചെയ്യുന്നത് നന്നായിരിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൃക്കരോഗം ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും.
കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കോളർമാരിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ലണ്ടനിൽ നിന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ അവരുടെ വിഷ്വൽസൊക്കെ അയച്ചു തന്നു. അവരവിടെ ഇഫ്താർ ആഘോഷിക്കുന്നതിൻ്റെ വിഷ്വൽസാണ്. ഞാൻ അത് പൊതുവേദിയിൽ നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം അത് നമ്മുടെ പൊതുവേദി കുടുംബത്തിൽ അത് കാണിക്കാം എന്ന് കരുതുകയാണ്. മാനവ മൈത്രിയുടെയൊക്കെ ഒരു സന്ദേശം വിളിച്ചോതിയാണ് ലണ്ടനിൽ ഗ്രാൻഡ് ഇഫ്താർ നടന്നത്. അപ്പോൾ അതിൽ നിരവധി ആളുകൾ, മലയാളികൾ ഒക്കെ അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. മതവും വിശ്വാസവും മനുഷ്യർക്ക് നന്മയ്ക്ക് വേണ്ടിയാണെന്നും പരസ്പര സ്നേഹത്തിനും ഒക്കെ ആയിരിക്കണം എന്നൊക്കെയുള്ളൊരു സന്ദേശമാണ് ഇവർ വിളിച്ചോതിക്കൊണ്ടായിരുന്നു ഈ പരിപാടി നടന്നത്. അത് ബ്രിട്ടൻ മലബാർ അസോസിയേഷനും നമ്മുടെ കാസർഗോഡ് എന്ന കൂട്ടായ്മയും ഒക്കെ സംയുക്തമായാണ് ഈ ഗ്രാൻഡ് ഇഫ്താർ സംഗമം അവിടെ നടത്തിയത്. ലണ്ടനിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല മതവിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാൻഡ് ഇഫ്താർ സംഗമത്തിന് പിന്തുണയായി കൈരളി UK, അതുപോലെ MA UK തുടങ്ങിയ മലയാളി സംഘടനകളും അവരുടെ ഭാരവാഹികളും ഒക്കെ എത്തി. ബ്രിട്ടൻ മലബാർ അസോസിയേഷൻ പ്രസിഡന്റ് റൌഫ് പടന്ന, അതുപോലെ ജനറൽ സെക്രട്ടറി ഡാർലിൻ ജോർജ് കടവൻ നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ടയാളാണ്. അപ്പോൾ ഡാർലിൻ ജോർജ് കടവനും ഒക്കെ ഇതിൽ പങ്കെടുത്തു. രക്ഷാധികാരി ഷാൻ കാസർഗോഡുണ്ടായിരുന്നു, സാജിദ്, ഷറഫ്, അതുപോലെ ഷഫീർ, റംഷി, ജസീം, സുമൈദ്, മജീദ്, ഷഫീഖ്, അങ്ങനെ നിരവധി അവിടെ മലയാളി സംഘടനകളുടെ നേതാക്കൾ, പ്രതിനിധികൾ, അതിലെ പ്രമുഖരായ ആളുകൾ ഒക്കെ അവിടെ പങ്കെടുത്ത് ഈ പരിപാടി ഒരു വൻ വിജയമാക്കി. അപ്പോൾ അവിടെയും നമ്മുടെ മലയാളികൾ സ്നേഹത്തിൻ്റെയും അതുപോലെ കൂട്ടായ്മയുടെയും ഒക്കെ കരുത്താണ് അവിടെ തെളിയിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത പ്രേക്ഷകൻ നമ്മുടെ KG കുമാറാണ്. അതിനുമുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് മറ്റൊരു നമ്മുടെ ഹരി അവിടുന്ന് ഒരു കമൻറ്റ് കൂടി എനിക്ക് ഇടുന്നുണ്ട്. ലണ്ടനിലിരുന്നാണ് ഹരി ഇത് കാണുന്നത്. രണ്ട് സർക്കാരിനും നല്ല വാർത്താ പ്രാധാന്യം കിട്ടി, ഇതൊക്കെ ഒരു ഒത്തുകളിയല്ലേ എന്നാണ് എൻ്റെ സംശയമെന്ന് പറയുന്നു. ക്രിസ് സംഖ്യ എന്നോട് പറയുന്നത് there are several ministers involved in the inauguration besides the NH minister. Is it possible to invite all those concerned ministers? So the chief minister was invited എന്നാണ് ക്രിസ് സംഖ്യയുടെ ഒരു പ്രതികരണം. അപ്പോൾ KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുകയാണോ? ശ്രീ കുമാർ, ഹലോ. നമസ്കാരം. നമസ്കാരം. ഈ പ്രോട്ടോകോളിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ ഈ ക്ഷണിച്ചില്ല, പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിച്ചില്ല, മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കണമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ട് കുറെ നാളായിട്ട് നല്ല ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാം, ഞങ്ങളുടെ ഈ കൊല്ലം ബൈപ്പാസ് 42 കൊല്ലം കൊണ്ട് മുടങ്ങിക്കിടന്നത് നിതിൻ ഗഡ്കരി വന്ന് സുധാകരൻ നല്ല പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു കഴിഞ്ഞ അദ്ദേഹം ഉള്ള സമയത്താണ് ഇതിന്റെ പണി തുടങ്ങിയത്. അതെല്ലാം കൃത്യമായിട്ട് കിട്ടി. ഇപ്പൊ അതിന്റെ പോരായ്മകളും പരിഹരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആലപ്പുഴ ബൈപ്പാസ് ഈ സുധാകരനും മുഖ്യമന്ത്രിയും ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിലായാലും ഇത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ ചെല്ലുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ സമീപനവും, അതേപോലെ ഒട്ടും താമസമില്ലാതെ ഫണ്ട് അനുവദിച്ച് കിട്ടുന്ന കാര്യങ്ങളും ഇതും ഒക്കെ. അപ്പൊ പക്ഷേ ഈ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പരാതി വല്ലതും ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയോട് തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പറയാവുന്നതേ ഉള്ളൂ. കാര്യം അവർ തമ്മിൽ അത്ര അടുപ്പമുണ്ട്, നമുക്കറിയാം. പക്ഷേ അത് ചെയ്യാതെ ഇതിൽ പങ്കെടുക്കാതെ ഇരുന്നത് ഒരു ഇതായി അത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേറെ ഈ റോഡിന് വികസനം ഉണ്ടായ ഒരു കാലഘട്ടമില്ല. അതിന്റെ ഈ സംസ്ഥാന സർക്കാർ ഞാൻ സമ്മതിക്കുന്നുണ്ട്. കാര്യം ഈ സംസ്ഥാന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഇവിടെയും കൂടി ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം കൃത്യമായിട്ട് നടന്നത്. മുഹമ്മദ് റിയാസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലക്സ്, അദ്ദേഹത്തിന്റെ ഫ്ലക്സ് അങ്ങ് വരെ വെക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും ഇതിന്റെ ഇടയ്ക്ക് 1-2 പോരായ്മകൾ വന്ന സമയത്ത് അതിന്റെ
ഉത്തരവാദിത്വം പുള്ളി ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇനി അതുകൊണ്ടാണോ എന്താണ് അതുകൊണ്ടാണ്. അപ്പൊ അന്ന് ഈ റോഡിന്റെ ചില ഭാഗങ്ങളൊക്കെ തട്ടി വീണപ്പോ അന്ന് ഇത് ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞ് മാറി നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ അല്ല, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ഇതും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ മുതൽ ഇവിടം വരെ ഫ്ലെക്സ് വയ്ക്കാൻ അദ്ദേഹത്തിന്റെ തന്നെ ആയിരുന്നു. അത് ഒരിതാണ്. അപ്പൊ അത് എന്തായാലും ഇത് പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ഇതേപോലെ പിന്നെ ഈ BJP നേതാക്കന്മാർ പറയുന്നത് പോലെ ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന പോലെ അതേപോലെ പരസ്പരം സഹകരിച്ച് വികസനങ്ങൾ ഈ റോഡിന്റെ ആയാലും ഒരു പ്രവണത മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോട് ചോദിക്കുന്ന, ഞാൻ കുറേ നമ്മുടെ ലണ്ടനിലും അതുപോലെ UK-ലും ഒക്കെയുള്ള മലയാളികളുടെ ഒരു ഇഫ്താർ വിരുന്നിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചല്ലോ. അപ്പോൾ അവരൊക്കെ അവിടുത്തെ പൗരത്വം സ്വീകരിച്ചോ അതോ അവർ ഇന്ത്യക്കാരായി തുടരുന്നോ എന്നാണ്. അവർ ഇന്ത്യക്കാരാണ്. നമ്മുടെ ഡാർവിനൊക്കെ നമുക്കിവിടെ അറിയാവുന്ന ആളുകളാണ്. അവരൊക്കെ അവിടെ പല കാര്യങ്ങൾക്കായി പോയി ചില ജോലി ചെയ്യുന്നു. അവരൊക്കെ ഇന്ത്യക്കാരാണ്. അത് ആ ഒരു ഐക്യം കാണുമ്പോൾ തന്നെ അറിയില്ല, അവർ ഉള്ളിൽ ആ ഇന്ത്യക്കാരൻ എന്നുള്ള ആ ഒരു ഇത് നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ മലയാളികളുടെ ആ ഒരു കൂട്ടായ്മയും ഒക്കെ ആയിട്ട് അതിനെ നിലനിർത്തുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ശശിധരൻ പിള്ളയ്ക്ക് മന്ത്രി ഗണേശൻ്റെ കാര്യമാണ് താല്പര്യം എന്നാണ് പറയുന്നത്. പ്രണയ സരോവര തീരം ഗണേശൻ വാഴും ലോകം എന്നൊക്കെ പറഞ്ഞ് കവിതയൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സർട്ടൻ കാറ്റഗറി കോളേഴ്സ് ഫ്രം പൊതുവേദി വിൽ നോട്ട് സീ ദിസ് ഇഫ്താർ വിഷ്വൽസ് എന്ന് എന്നോട് ആരൊക്കെയോ പരിഹസിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇത് ഇഫ്താറൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം, കാണാം, സ്നേഹം പങ്കുവയ്ക്കാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. മൊൻസാക്ക് പറയുന്നു, പണിതീരാത്ത റോഡ് എന്തിനാണ് ഉദ്ഘാടിക്കുന്നത്, ഇതും ഒരു ഇലക്ഷൻ സ്റ്റണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. ഗണേശൻ്റെ വീര്യകൃത്യങ്ങളെപ്പറ്റി സുകുനായർക്ക് എന്താ ഒന്നും പറയാനില്ലേ എന്നൊക്കെ എന്നോട് വേറെയും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ജിൻസ് കോഴിക്കോട് നിന്ന്. ജിൻസ് എന്തോ കേൾക്കാമോ? കേക്കാം. ജിൻസ് എന്താ ഫോൺ ക്ലിയർ ഇതാല്ലേ, കുറെ ദൂരെ നിന്ന് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. അല്ല, അടുത്ത് തന്നെയാണല്ലേ. ആണോ? ജിൻസിന്റെ വീട് മലാപ്പുറമായിരുന്നു. എവിടെയായിരുന്നു? കോഴിക്കോട് വിലങ്ങാട്. പണ്ട് ഉരുളുപൊട്ടിയ സ്ഥലം വിലങ്ങാട്. വിലങ്ങാട്. ഓക്കെ. എന്താണ് ജിൻസ് അവിടെ വേറെ റോഡ് ഷോ, ഇവിടെ വേറെ റോഡ് ഷോ, കോഴിക്കോട് ഒരു റോഡ് ഷോ, ഇവിടെ രാമനാട്ടുകരയിൽ ഒരു റോഡ് ഷോ, ഇവിടെ ഒരു മറ്റൊരു ഷോ. ഈ ഷോ ഒക്കെ കാണുമ്പോൾ ജിൻസിന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു സാറേ, ഇങ്ങനെയൊന്നും അല്ല വേണ്ടി. ഇവരെല്ലാവരും പരസ്പരം, മുഖ്യമന്ത്രിയാണേലും പ്രധാനമന്ത്രിയാണേലും പ്രതിപക്ഷമാണേലും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വേണം ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനാ പറയുന്നത്. ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമൊന്നും പാടില്ല. സ്നേഹത്തോടെ നിന്ന് വേണം ജനങ്ങളുടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. എല്ലാരും മനുഷ്യരല്ലേ. ഓക്കെ, അപ്പൊ ഒന്നിച്ചു നിന്ന് ചെയ്യണം എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് ഒപ്പം ചർച്ച ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം പ്രധാനമായും ഇത് എങ്ങനെയാണ് ഈ വിഷയം നിങ്ങൾ കാണുന്നത് എന്നാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടി മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ 47% ആളുകൾ അത് യെസ് എന്ന് പറയുന്നു, 53% ആളുകൾ അത് നോ എന്ന് പറയുന്നു. ഏതായാലും ജിൻസ് പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. അവസാനമായി ഓർക്കേണ്ട ഒരു കാര്യം അതുതന്നെയാണ്, സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സർക്കാർ പരിപാടികളിൽ രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ മത്സരങ്ങളും പാടില്ല. രാഷ്ട്രീയ മത്സരങ്ങളുടെ വേദിയാക്കി അത്തരം പരിപാടികളെ മാറ്റുന്നത് ആരോഗ്യകരമായ ഒരു രീതിയല്ല. കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇത്തരം ചടങ്ങുകൾ സൗഹാർദ്ദത്തോടെയും മാന്യതയോടെയും സംഘടിപ്പിക്കണം എന്നതാണ് എല്ലാവർക്കും പറയാനുള്ളത്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ വികസന പദ്ധതികളും സർക്കാർ ചടങ്ങുകളും ജനങ്ങളുടെ കാര്യമാണ്, അത് രാഷ്ട്രീയ വേദിയല്ല. അതിനാൽ പൊതുജനങ്ങളുടെ പണത്തിൽ നടത്തുന്ന സർക്കാർ പരിപാടികൾ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോയിക്കൂടാ. സഹകരണത്തോടെ പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കരുത്ത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പൊതു താല്പര്യത്തിനുള്ള യഥാർത്ഥ ബഹുമാനമാണ് ഈ പരിപാടികളിൽ നമുക്ക് കാണേണ്ടത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.